ജയിക്കുന്നു എന്നതാണ് നമ്മളും ഒരു ലോകത്തിലുള്ള മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ കോവിഡ് വന്നപ്പോ അവര് പെന്തക്കോസ്തുകാരാണ്, അതുകൊണ്ട് അവർക്ക് കോവിഡ് ഇല്ല എന്ന് ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ ഒരു മഹാമാരി വന്നാൽ എല്ലാവരെയും അത് പിടിക്കും. ഇനി കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോ എല്ലാ വീടുകളിലും വെള്ളം പൊങ്ങി താണ സ്ഥലത്ത്. വയനാട് ഉരുൾപൊട്ടിയപ്പോ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളും അക്കൂട്ടത്തിൽ. പക്ഷേ പ്രശ്നങ്ങൾ സകല മനുഷ്യർക്കും വരും. എന്നാൽ ആ പ്രശ്നത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ദൈവവേദനയുടെ ഒരു വ്യത്യാസം. പല സമയങ്ങളിൽ നമ്മെ പലരെയും കുടുംബങ്ങളെയും കർത്താവ് കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്ത അനുഭവങ്ങളുണ്ട്. അതിന്റെ അർത്ഥം പോയവർ പാപി എന്നല്ല. നമ്മെക്കുറിച്ച് എന്തോ ഒരു അല്പസമയം കൂടെ ഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് മാത്രം. വിശ്വാസത്തിലിരുന്ന് മരിച്ചുപോയ ഭക്തൻ മഹാഭാഗ്യവാൻ. ആമേൻ അല്ലേ? കാരണം പൗലോസ് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്നത് ഏറെ ഇഷ്ടം, ഏറെ നല്ലതാണ്. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾക്കെല്ലാം അത് ഇഷ്ടമാണോ? ഇപ്പൊ കർത്താവ് ഒരു അല്പസമയം കൊണ്ട് എനിക്ക് വേണം, കാരണം എന്റെ പ്ലാനിൽ ഇന്ന കാര്യങ്ങളും കൂടെ ഒന്ന് കണ്ടെങ്കിൽ. അത് മനുഷ്യമാണ്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഒരു തെറ്റും ഇല്ല. പൗലോസ് പറഞ്ഞു, എനിക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ഇരിക്കുന്നത് ഏറെ ഇഷ്ടമാണ്, എങ്കിലും നിങ്ങളെ ഓർക്കുമ്പോ ഒരല്പസമയം കൂടെ ജഡത്തിലിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കുടുംബം, മക്കൾ, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഓർക്കുമ്പോൾ അല്പസമയം കൂടെ ഭൂമിയിൽ ഇരിക്കുന്നത് നല്ലത് എന്നത് ദൈവ ഇഷ്ടമാണ്. പക്ഷേ നമുക്കറിയത്തില്ല when the time comes or when the incident happens, anything, ആർക്കും ഏത് സമയത്തും എന്തും സംഭവിക്കാം. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വാക്യം, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. യോഹന്നാൻ ഇപ്പൊ വളരെ ഭക്തനായി. എനിക്ക് തോന്നുന്നു തന്നോടൊപ്പമുള്ള എല്ലാ ശിഷ്യന്മാരും കൊല ചെയ്യപ്പെട്ടു. പലരും ശിരച്ഛേദം ചെയ്യപ്പെട്ടു, ക്രൂശിലേറ്റപ്പെട്ടു, പല രീതിയിൽ. ഒരു ശിഷ്യൻ പോലും നോർമലായി മരിച്ചില്ല, യോഹന്നാൻ മാത്രം. ഇപ്പൊ പുള്ളി വൃദ്ധനാണ്. എനിക്ക് തോന്നുന്നു യേശുവിന്റെ അമ്മയും ഈ കാലഘട്ടത്തിനുള്ളിൽ മരിച്ചുപോയി. യേശുവിന്റെ അമ്മ പുള്ളിക്കാരനോടൊപ്പം എഫെസോസിലായിരുന്നു എന്നാണ് ചരിത്രം വായിക്കുന്നത്. യേശു ക്രിസ്തുവിന് മറ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എങ്കിലും യേശു മരിക്കുന്ന സമയത്ത് ആരെ ഏൽപ്പിച്ചു? ഇദ്ദേഹത്തെ യോഹന്നാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോ പുള്ളിക്കാരൻ എഫെസോസിലെ സഭയിൽ പാർത്തു, ആ അമ്മയെ നോക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. ഇപ്പൊ പുള്ളി വളരെ പ്രായം ചെന്നൊരു അപ്പച്ചൻ. പുള്ളി സഭയെ പോകുമ്പോ എല്ലാരെയും വിളിക്കുന്ന ഒരു വാക്കാണ് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ. കാരണം എല്ലാരും ക്രിസ്തുവിൽ പുള്ളിയെക്കാളും പ്രായത്തിൽ കുറഞ്ഞവരാണ്. 2 ക്രിസ്തുവിൽ അവരെ കൊണ്ടുവന്നവരാണ്. നിങ്ങൾ ഇത് വായിച്ചാൽ പലയിടത്തും എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇത് സാധാരണ ഉപയോഗിക്കുന്ന വാക്ക്. എന്നിട്ട് യോഹന്നാൻ പറയുന്നത് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അത് നിങ്ങൾ അല്പം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഒറിജിൻ എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്ന്. ദൈവമാണ് എന്നെയും നിങ്ങളെയും ഉരുവാക്കിയത്. അല്ലാതെ ലോകത്തിലെ ഇപ്പോഴത്തെ ക്രേസി സയന്റിസ്റ്റ് പറയുന്നത് പോലെ എവിടെ നിന്നോ പൊട്ടി മുളച്ചു വന്നതൊന്നും അല്ല. കർത്താവ് സകലത്തെയും സൃഷ്ടിച്ചു എന്ന് നമ്മൾ 100% വിശ്വസിക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ലിനക്സ് എന്ന് പറഞ്ഞൊരു മാത്തമെറ്റീഷ്യൻ, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മാത്തമെറ്റീഷ്യൻ. അപ്പോ പുള്ളി അവിടെയുള്ള ഏത്തീസ്റ്റുകളുടെ മധ്യത്തിൽ ഉച്ചത്തിൽ എണീറ്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഒരു ക്രിസ്തുവിന്റെ അനുകാരിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചു എന്ന് ഞാൻ ആധികാരികമായി വിശ്വസിക്കുന്നു. പുള്ളിയുടെ ആർഗ്യുമെന്റ്സ് നിങ്ങൾ നോക്കിയാൽ വളരെ ലളിതമായി പുള്ളി വേദപുസ്തകത്തിന്റെ ആധികാരികതയെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്നെയും നിങ്ങളെയും ഉരുവാക്കിയ ദൈവം. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു.
അപ്പോ അവരെ ജയിച്ചിരിക്കുന്നു. ആരെയാണ് ജയിച്ചത്? പ്രീവിയസ് വേഴ്സസ് നിങ്ങൾ 2-ാം വാക്യം താഴോട്ട് വായിച്ചേ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളത്. അപ്പൊ അവിടെ വേറെ ചില വ്യക്തികളുണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവർ. എന്ന് പറഞ്ഞാൽ യേശു ജഡത്തിൽ വന്നോ ഇല്ലയോ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, യേശു മരിച്ചോ ഇല്ലയോ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവൻ ഉണ്ടോ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജഡികമായി ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാര്, ആത്മീകമായി ചിന്തിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്. അവരെ നോക്കിയിട്ട് യോഹന്നാൻ പറയുന്നത് അവർ എങ്ങനെയുള്ളവരാ? എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ. ഇത് സഭയ്ക്കകത്തുള്ളവരാണ്. പുറത്തുള്ളവരെ കുറിച്ച് മാത്രമല്ല, സഭയ്ക്കകത്തും എങ്ങനെയുള്ളവരുണ്ട്? എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരുണ്ട്. ഈ പല സഭകളിൽ നമ്മൾ പഠിച്ചാൽ നിങ്ങൾ ചിന്തിക്കരുത് എല്ലാ സഭകളിലുള്ള എല്ലാവരും സ്വർഗത്തിൽ പോകും, എല്ലാ പാസ്റ്റേഴ്സും സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ പോകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടെ വെച്ച് കാണാമെന്നാണ് എന്റെയും ആഗ്രഹവും വിശ്വാസവും. പക്ഷേ കർത്താവ് ഈ പുറത്തുള്ളതിനെ നോക്കി അല്ലേ അങ്ങോട്ട് കയറ്റുന്നത്, എന്റെ അകത്ത് എന്തുണ്ടെന്നാ നോക്കുന്നത്. അപ്പോ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ഇന്ന് ഒരുപാട് പെന്തക്കോസ്ത് സഭകൾ പോലും എന്ത് ചെയ്യുന്നു? നടത്തപ്പെടുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. ഞാൻ ഒരിക്കലും ഒരു സഭയിൽ പോയി, നാട്ടിലാണ്, തിരുവനന്തപുരത്താണ്. അടിപൊളി ആരാധന. ഇന്നത്തെ നമ്മുടെ ആരാധന അതിന്റെ വാരി കെട്ടാൻ പോലും ഇല്ല. പക്ഷേ ആരാധന കഴിഞ്ഞപ്പോ പൊരിഞ്ഞ ആടിയും ചെയ്തു. അയ്യോ, ഞാൻ ചിന്തിച്ചു എവിടെ നിന്നാ ഈ ദുരാത്മാവ് ഇതിനകത്തോട്ട് വരുന്നത്? ഇവരാരും എങ്ങോട്ട് പോകത്തില്ല? സ്വർഗത്തിൽ പോകത്തില്ല. കാരണം ഒരു വൃക്ഷത്തെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? അതിന്റെ ഫലം കൊണ്ട്. ഇല കൊണ്ടല്ല. ഇല കൊണ്ട് നിങ്ങൾക്കറിയാം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ വൃക്ഷമായി നിൽക്കണമെങ്കിൽ എന്തായിരിക്കണം? ഫലമായിരിക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഒരു ആപ്പിൾ നട്ടു. അതിന് ആപ്പിൾ 4 കായ്ച്ചു. അടുത്ത സമയത്ത് സോഫി പറഞ്ഞു അത് വിളഞ്ഞു, നോക്ക് പറിക്കാൻ. ഓക്കെ, ഒരെണ്ണം പോയി. സോഫി പറഞ്ഞു, ഞാൻ പറിച്ചു. അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ പറിച്ചു. എന്നിട്ട് അവളും തിന്നു, ഞാനും കഴിച്ചു. പുള്ളിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പോരാ, ഈ ആപ്പിള് നമുക്ക് എന്ത് ചെയ്ത് കളയണം? കട്ട് ചെയ്യണം. വേറെ നല്ലൊരു ചെടിയെ കൊണ്ട് ഈ പുളിയൻ ആപ്പിള് നമുക്ക് വേണ്ട. കഴിഞ്ഞ ദിവസത്തെ ഞങ്ങൾ വീണ്ടും പോയപ്പോ പണ്ട് അതൊരു പച്ചക്കളറായിരുന്നു, ഇപ്പൊ നല്ല ചുമന്നു വരുന്നുണ്ട്. അപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് ഈ ഫലം എന്തായിട്ടില്ല, വിളഞ്ഞിട്ടില്ല. വിളഞ്ഞു വരുമ്പോ അതിന്റെ കളർ ഇപ്പോ മാറി വരുന്നു. ഇനി 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ടൊന്ന് പറിച്ച് കഴിച്ചു നോക്കിയിട്ട് വേണം അതിനെ കട്ട് ചെയ്ത് കളയണമോ വേണ്ടയോ എന്ന്. 2 ട്രീ കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ ഓൾറെഡി. കാരണം വളരെ പ്രതീക്ഷയോടെ നട്ടു വളർത്തി. കായ്ച്ചതൊക്കെ ഇങ്ങനത്തെ കുഞ്ഞാപ്പിള്. ഞാൻ വിത്ത് വാങ്ങിയതാണ്. റോയൽ ഗാല നല്ല ആപ്പിളായിരുന്നു, പിങ്ക് ലേഡി ആപ്പിളായിരുന്നു. കായ്ച്ചതോ ഗുണമില്ലാത്തത്. ഇതിനെ കട്ട് ചെയ്ത് കളയല്ലാതെ വേറെ നമുക്കിവിടെ കളയാൻ ഭൂമിയില്ല. ദൈവമക്കളെ, ദുരാത്മാവിനാൽ നിൽക്കുന്ന നയിക്കപ്പെടുന്നതിനെയൊക്കെ കർത്താവ് ഒരു അല്പസമയം നിർത്തും. പക്ഷേ ഒരു ദിവസം വരും അന്ന് ഇതിനെ ചതിക്കപ്പെടും. ഇനി ദുരാത്മാവിനാൽ അവർ എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. ഇപ്പോ ഈ ഇംഗ്ലണ്ട് ഇപ്പോ ഭരിക്കുന്ന ഗവൺമെന്റ് ആരാ? ലേബർ. നിങ്ങൾ എത്ര പേർ ലേബർ നോട്ട് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല, എത്ര പേര് ചെയ്തില്ല എന്നും എനിക്കറിയാം. നിങ്ങൾ ആർക്ക് ചെയ്തോ അത് എന്റെ ഒരു വിഷയം. ലേബർ നോട്ട് ചെയ്തോ? ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ പ്രസംഗിക്കുന്ന ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. What a faithful woman. Okay. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ, നിയമങ്ങളെല്ലാം അവരെന്ത് ചെയ്യുക?
ഇപ്പോ കുഞ്ഞിന്റെ സെക്സ് ഐഡന്റിറ്റി ചെയ്യുന്ന കാര്യം പബ്ലിക് ആക്കരുത്. ഇനി ആ എഡ്യൂക്കേഷൻ ഇപ്പോ അതിനെതിരെ ഒരു പെറ്റീഷൻ നടക്കുകയാണ് പാർലമെന്റിൽ. കാരണം ഒരു ശിശു വളർന്നു വരുമ്പോ ആണോ പെണ്ണോ എന്ന് വിളിക്കാൻ പാടില്ല ഈ രാജ്യത്ത്. ലേബർ ഗവൺമെന്റ് ഇത് മാറ്റുന്നു. ഇനി ഒന്നുമില്ലെങ്കിൽ കൺസർവേറ്റീവ് ഗവൺമെന്റ് നമ്മുടെ ഇസ്രായേലിന് ഒരല്പം സഹായം ചെയ്തു വന്നിരുന്നു. നിങ്ങൾ ഇന്നലത്തെ BBC വാർത്ത കേട്ടോ? ഇന്നത്തെയോ? ഒരു സ്റ്റോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 32 വെപ്പൺസ് അവരെ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തു. അപ്പോ ദൈവം ഇതിനെയൊക്കെ ഇങ്ങനെ അനുവദിക്കുകയാണ്. ഭരിക്കുന്നത് ആരാണ്? എതിർ ക്രിസ്തു. അതുകൊണ്ടാണ് നമ്മുടെ മോർണിംഗ് പ്രയറിന് മിക്കവാറും പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കയുടെ ഇലക്ഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കമല ജയിക്കണമോ ട്രംപ് ജയിക്കണമോ, ഇനി ഐ ഡോണ്ട് കെയർ, അത് ദൈവത്തിന് അറിയാവും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇടിവ് നിൽക്കുന്നു, ദൈവഹിതമായ ഒരാൾ അവിടെ എന്ത് ചെയ്യണം? വരണം. എതിർ ക്രിസ്തു അവിടെ വരരുത്. പക്ഷെ എതിർ ക്രിസ്തു വരണമെന്ന് ദൈവം നിയോഗിച്ചാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാനും. ഇന്ത്യയിൽ മോഡി വരരുതേ എന്ന് നമ്മളെല്ലാം പ്രാർത്ഥിച്ചു. വിഷ്ണു പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം എന്ത് ചെയ്തില്ല? കേട്ടില്ല. കാരണം മോഡി വന്നാലേ ഇന്ത്യയിൽ ഒരു ഉണർവ്, ക്രിസ്ത്യാനിയോട് ഒരു അല്പം കൂടെ വീറുള്ളവരായി പ്രാർത്ഥിക്കുന്നവരായി തീരത്തുള്ളൂ. എതിർ ക്രിസ്തു എക്സിസ്റ്റിംഗ്, അത് വർക്കിംഗ് ആണ്. പക്ഷെ ഇതിനെ കാണുമ്പോൾ ഞാനും നിങ്ങൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. നിങ്ങൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം, അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 31-ാം വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോ ഇവിടെ ഇതാ പെർസിക്യൂഷൻ. അപ്പോഴവരെന്ത് ചെയ്തു? കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങി. ഇപ്പോ സ്ഥലം കുലുങ്ങാറില്ല, നമ്മൾ കുലുങ്ങുന്നു. അതുകൊണ്ട് ദയവേത് നിങ്ങൾ കുലുങ്ങാതിരുന്ന് ആരാധിക്കരുത്. ഒന്ന് മുഴങ്കാൽ മടക്കി, മുട്ടക്കൊന്ന് മടക്കി, ഒന്ന് ശരീരമൊക്കെ കുലുക്കി, കൈയൊക്കെ തട്ടി ആരാധിക്കുന്നത് നമുക്ക് നല്ലതാണ്, ആവശ്യമാണ്. പക്ഷേ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എന്ത് ചെയ്തു? അവർ ദൈവവചനം. ഇനി അതിന്റെ 5-ാം അധ്യായം 41-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപസ്. ഒന്ന് ചിന്തിച്ചേ, നമ്മളൊക്കെ ചിന്തിക്കുക, അയ്യോ കർത്താവേ, സുവിശേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ തിരുനാമം നിമിത്തം എന്നെ അവരെല്ലാം എന്ത് ചെയ്തു? ഇപ്പോ കളിയാക്കി. അതുകൊണ്ട് നമ്മളിപ്പോ എവിടെ പോയി ഒതുങ്ങും? ഒരു മൂലയിൽ പോയി ഒതുങ്ങും. കാരണം എന്നെ അവര് കളിയാക്കി. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? പുതിയ നിയമസഭയുടെ ആറ്റിറ്റ്യൂഡ് അവരെന്താ പറയുന്നത്? ഒന്ന് വായിച്ചു പോലും. ഒന്നുകൂടെ. തിരുനാമത്തിനു വേണ്ടി, യേശുവിന്റെ നാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ. ദൈവം അവർക്ക് കൊടുത്തൊരു പദവിയാണ്. ആകയാൽ ഇന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഏത് സാഹചര്യത്തിൽ എവിടെയായിരുന്നാലും നമ്മെ അപമാനിച്ചാലും ദുഷിച്ചാലും പഴിചാരിയാലും ദൈവനാമത്തിൽ അത് അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, അതൊരു ഭാഗ്യമാണ്, ഒരു സന്തോഷമാണ്, അതൊരു പദവിയാണ്. സുവിശേഷം കൊടുക്കുമ്പോൾ ഒരു വ്യക്തി ചീത്ത വിളിച്ചാൽ അതെന്തായിരിക്കണം? അതൊരു സന്തോഷമാണ്. നമ്മൾ കഴിഞ്ഞ കേട്ട അല്ലെ? അതൊരു ഭാഗ്യമാണ്. അവർ അതിനെ ഗിവ്സ് എ പോസിറ്റീവ് ക്രെഡിറ്റ്. പക്ഷെ നമ്മൾ ഇതിനൊന്നും പോകത്തില്ല. കാരണം നമ്മുടെ സ്കിന്നൊക്കെ എന്തല്ല, ഹാർഡല്ല. നമുക്ക് ഇത് എന്തു പറഞ്ഞാലും ഏക്കത്തില്ല. കാരണം
എന്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. ഇവിടെ ഇനി ഏത് പ്രശ്നം വന്നാലും എനിക്കതിനെ എന്ത് ചെയ്യണം? ജയിക്കണം. അതെനിക്കൊരു ഭാഗ്യമാണ്. ക്രിസ്തുവിന് വേണ്ടി ഞാനൊരു നിന്ന, കട്ടത, വേദന, അപമാനം എന്ത് സഹിക്കേണ്ടി വന്നാലും അതെനിക്കൊരു പദവി എന്ന് കാണും. വായിച്ച വാക്യത്തിൽ തിരിച്ചു വരാം. യോഹന്നാന്റെ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 4-ാം വാക്യം ആന്റി ക്രൈസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മുടെ മുന്നിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഇനി 4-ാം വാക്യം, ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. അവരെ ജയിച്ചുമിരിക്കുന്നു. അവർ എന്നതിലാണ് നമ്മൾ പോയത്. ആര്? അന്തിക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവരെ ജയിച്ചുമിരിക്കുന്നു. അടുത്ത് നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനെ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചൊരു വാക്യം, നിങ്ങളിൽ ഉള്ളവൻ എപ്പോഴും നിങ്ങൾ ഈ വാക്യം പറയാം. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ, എല്ലാരും ഒന്ന് പറഞ്ഞു, എന്നിലുള്ളവൻ, എന്നിലുള്ളവൻ ഒന്നുകൂടെ പറഞ്ഞു. ഇപ്പോ എത്ര വയസ്സായി നിനക്ക്? 11. 12 വയസ്സ് കഴിഞ്ഞപ്പോ ഞാൻ സ്നാനപ്പെട്ടു. 12.5 വയസ്സായിട്ട് ഒരു ദിവസം ഞങ്ങൾ നടന്നു വരുമ്പോ, അപ്പോ ഞാനും എൻ്റെ ഒരു കസിൻ ബ്രദറുമാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് സ്നാനപ്പെട്ടത്. പുള്ളി ചോദിച്ചു, എടാ അളിയ, നമ്മള് 11, ഞങ്ങൾ 12, ഞങ്ങൾ ഈക്വൽ ഏജ്. ആ തെക്കത്തിനകത്ത് കയറി അവിടെ ഇരിക്കുന്ന വിളക്കൂതി കാണിക്കാൻ ധൈര്യമുണ്ടോ? അവിടെ പിശാചിനെ കുടിയിരിക്കുന്ന സ്ഥലമാണ്. ആരൊന്നുമില്ല. ഒരു നടന്നു പോണ വഴിയിലൊരു കാവാണ്. അവിടെ ഒരു ഹിന്ദുക്കളുടെ ഒരു ആരാധനാലയമുണ്ട്, അമ്പലമുണ്ട്, കൊച്ചമ്പലം, വലുതല്ല, ചെറുത്, ആൾക്കാരൊന്നും ഇല്ലാത്തൊരു. ഇപ്പൊ വീട്ടിൽ പോണ വഴി എന്നോട് ചോദിച്ചു, വൈകുന്നേരമാണ്, പകലല്ല, രാത്രിയിലാണ്. ഒരു ആരാധന കഴിഞ്ഞ് വരുന്ന വഴി 9 മണിയായി. അപ്പോ 6 മണിക്ക് അവര് പൂജ ചെയ്തിട്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, പോയി ഊതി അണയ്ക്കുവാൻ ധൈര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, അതിനെന്തോ, അതൊരു വിളക്ക് തീ. എന്നോട് കൂടെയുള്ളത് ആര്? ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു. പുള്ളി പറഞ്ഞു, അളിയോ പിശാച്. പിശാചോ? അതിനേക്കാൾ വലുത് എവിടെയുണ്ട്? ഞാൻ പോയി അതിനെ ഊതി അണച്ചിട്ട് തിരിച്ചു വന്നു. പിറ്റേന്ന് ഇവിടെ വലിയൊരു സംസാരമൊക്കെ ഉണ്ടായി. ആരോ രാത്രി വന്ന് ഇവിടെ ഒരു വിളക്കിനെ, ആരും നിന്ന് CC ക്യാമറ ഒന്നും ഇല്ലാത്തതിനായി സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ വിളക്ക് ഊതി അണക്കുന്നവനെ പിടിക്കാൻ എന്തുണ്ട്? പക്ഷേ അന്ന് നമ്മിലുള്ള ഒരു ധൈര്യമുണ്ട്. എന്താണ്? അവിടെ ഇരിക്കുന്നത് ഒരു വിഗ്രഹം. വിഗ്രഹത്തിൽ ഭരിക്കുന്നത് അന്തിക്രിസ്തുവും ലോകത്തിന്റെ ശക്തി. പക്ഷേ എന്നിലുള്ളവൻ ആരാണ്? അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനാണ്. എന്നിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോ പിശാചിനാൽ ഡ്രിവൺ ആയിക്കൊണ്ട് ചില ആൾക്കാർ വന്ന് നമ്മെ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റർബ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകരുത്. നമ്മൾ എന്ത് ചെയ്യരുത്? ഡിസ്റ്റർബ്ഡ് ആകരുത്. പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് മനുഷ്യൻ എന്ത് ചെയ്യുക? കറക്റ്റ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് ആ വാക്കാണ് ഇഷ്ടപ്പെട്ടത്. എന്ത് ചെയ്യുക? പേടിപ്പെടുത്തുക. എന്തിനാ പേടിപ്പിക്കുന്നേ? പേടിച്ചാൽ അവരെന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. എവിടെ ഭയമുണ്ടോ അവിടെ എന്ത് ചെയ്യാം? കൺട്രോൾ. ഇപ്പൊ ഞാൻ അവന്റെ ചെവി പിടിച്ചു, അവനെ ഞാൻ എന്ത് ചെയ്തു? പേടിപ്പിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോ അവൻ എന്തുണ്ട്? എന്നോടൊരു ഭയമുണ്ട്. ഞാനൊരു അടി പറ്റിച്ചു. ഞാൻ നോക്കി അവനറിയാം ഇദ്ദേഹം എന്ത് ചെയ്യും? അടിക്കും. അടുത്ത അവന്റെ ചെവിയിൽ ഞാൻ പിടിക്കും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? അപ്പൊ ഞാൻ ചെറിയ ചെറിയ പരിപാടി ചെയ്ത് അവനെ എന്റെ കൺട്രോളിലാക്കി. ഭയത്തിലാണ്, സ്നേഹത്തിലല്ല. ലോകത്തിലുള്ള സകല ശക്തികളും മനുഷ്യനെ കൺട്രോൾ, അവരെ വശത്താക്കുന്നത് എങ്ങനെയാണ്? ഭയത്തിലാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് കാണുന്ന ഓൺലൈനിൽ നിങ്ങൾ നോക്കിയ പല കുഞ്ഞുങ്ങളെയും ആൾക്കാർ അബ്യൂസ് ചെയ്യുന്നത് എന്താ? അവരുടെ ഒരു ഫോട്ടോ എടുക്കുന്നു, വേറെ ഏതെങ്കിലും ഫോട്ടോകൾ ഇതിൽ ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു ഈ ഫോട്ടോ ഞാൻ എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും, നിന്റെ ജീവിതം ഇതോടെ പോയി. ഭയത്തിൽ അവരെ കൺട്രോൾ ചെയ്യുന്നു, അബ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട്
ആ കുഞ്ഞുങ്ങൾ പലരും ആത്മഹത്യകൾ ചെയ്യുന്നു. ഭയത്തിൽ അവരെ കൺട്രോൾ ചെയ്യും. ഇത് ലോകത്തിന്റെ സിസ്റ്റമാണ്. പിശാചും എന്നെയും നിങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ഭയമാണ്. ഒരു ദൈവ പൈതൽ ഭൂമിയിൽ എവിടെ പാർത്താലും ഒരു കാര്യം ഓർക്കണം, ഞാൻ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ നിങ്ങളോട് പറയണം ഞാൻ ഒറ്റയ്ക്കല്ല. ഓരോ ദൈവ മക്കളിനോടൊപ്പം ദൈവം കൽപ്പിച്ചാക്കിയ ഗാർഡിയൻ ഏഞ്ചൽ അല്ല, ഏഞ്ചൽസ്. ഗാർഡിയൻ എന്നെ സൂക്ഷിക്കുന്ന ആരുണ്ട്? ദൂതന്മാരുണ്ട്. ദൂതന്മാരോട് ദൈവം കൽപ്പിക്കും. നിങ്ങൾ എവിടെ അകപ്പെട്ടു പോയാലോ അപ്പോ നിങ്ങൾ പറയണം എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശ്രേഷ്ഠൻ. The one who is in me is greater, much powerful, much ardent and courageous than any forces in the world. ലോകത്തിലുള്ള സകല ശക്തിയെക്കാളും ശക്തിയുള്ളവൻ എന്നോടൊപ്പമുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകരുത്. പിശാച് പലപ്പോഴും ചെറിയ ചെറിയ സാഹചര്യങ്ങളെ കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഭയപ്പെടുത്തും. ഞാൻ അവനെ കുറെ ഞോണ്ടിയിട്ട് അവന് വിഷമം വന്നാൽ അവൻ നേരെ ആരെ നോക്കും? അപ്പൻ നോക്കും. അപ്പൻ നേരെ ഒന്ന് എന്ത് ചെയ്യും? എന്നെ നോക്കും. ആ നോട്ടം അതൊരു നോട്ടമായിരിക്കും, ഒരു നോട്ടമായിരിക്കും. കാരണം ഞാൻ അവനെ നോണ്ടി രക്ഷയില്ലാതെ വന്നപ്പോ അവര് നോട്ടം എങ്ങോട്ടാക്കി? അപ്പന് മനസ്സിലായി ഈ മനുഷ്യൻ ഈ ചെറുക്കനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഒറ്റ നോട്ടം. വീണ്ടും ഞാൻ നോണ്ടിയാൽ പിന്നെ നോട്ടമല്ല, പിന്നെ ഫൈറ്റിൽ ആർക്കാണോ ആരോഗ്യം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നോക്കി ആരെ ജയിക്കും? അല്ലേ? അവിടെ നിങ്ങൾ ഓർക്കണം, നിങ്ങളെ പിശാച് വന്നിങ്ങനെ നോണ്ടിയാൽ എന്ത് ചെയ്യാ? അങ്ങോട്ടൊന്ന് നോക്ക്. ഒരു ആപ്ലിക്കേഷൻ കൊടുത്തേക്ക്, കർത്താവേ എന്നെ ചിലര് വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നോണ്ടുന്നുണ്ട്. അങ്ങയുടെ നോട്ടം ഒന്ന് അവനിലോട്ടൊന്ന് ആക്കുകയാണ്. ഈ രാത്രി നമുക്ക് വേണ്ടത് ഞാനും നിങ്ങളും പാർക്കുന്ന ഇടം, അയ്യോ ഇവിടെ ചിലർ നോണ്ടുന്നു അതുകൊണ്ട് ഇവിടെ നിന്ന് പോണം എന്നതല്ല. ഇവിടെ നിന്ന് അവരുടെ മുന്നിൽ നിങ്ങൾ തെളിയിക്കണം, എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശ്രേഷ്ഠൻ. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ആ ധൈര്യം. ഇനി ഞാൻ ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ചില സമയത്തൊക്കെ ഞാൻ പോയി ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്നപ്പോ കഴിഞ്ഞവണ നമ്മൾ സംസാരിച്ചതാണ്. വീട്ടിൽ വന്നപ്പോ വീട്ടിലുള്ളവർക്ക് ഒന്നീ രോഗം, അല്ലെങ്കിൽ വീട്ടിൽ വന്ന ഉടൻ വട്ടത്തിലിരുന്ന മുഖം ഇപ്പൊ എന്തായി? നീളത്തിലായി. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഒരുപാട്. നോട്ടം വരുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കിയോ? ഇത് കോമണാണ്. കാരണം നിങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ട പിശാച് നിങ്ങളോട് എന്ത് ചെയ്തോണ്ടിരിക്കുക? അവൻ കോപത്തിൽ കളം നല്ല മലയാളത്തിൽ പറഞ്ഞ കാലി തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും എന്നെ അവൻ വന്ന് എന്ത് ചെയ്തു? ഡിസ്റ്റർബ് ചെയ്തു. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ പ്രാർത്ഥിച്ച് entirely cover your family, children, property by the blood of Jesus. ഒറ്റ വാക്കിൽ നിങ്ങൾ അതങ്ങ് കവർ ചെയ്തേക്കും. വീട്ടിൽ വരുമ്പം പനി ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ആ പനി മാറും. പിശാചിന് ഇവിടെ അധികാരം ഇല്ല എന്ന് ധൈര്യത്തോടെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. അല്ലാതെ അയ്യോ അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ചു, കൊച്ചിന് പനി പിടിച്ചു, ഇനി മേലാൽ ആ പണിക്ക് ഞാൻ പോത്തില്ല. അപ്പൊ പിശാചിന് മനസ്സിലായി അവനെ തൊട്ടാൽ കൊള്ളാം. ഇവിടെ ഞാനൊന്ന് തൊട്ടാൽ പുള്ളി എന്ത് ചെയ്യും? വിറയ്ക്കും. പക്ഷെ ധൈര്യശാലി പറയും പിശാച് അവന്റെ മേൽ നിനക്ക് എന്തില്ല?
അധികാരമില്ല. കാരണം ഞാൻ അവിടെ പോയി നിന്നെ ഇറക്കി വിടാൻ എനിക്ക് അധികാരം തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞിന്റെ മേലുള്ള പനിയെ ഞാൻ ശാസിക്കുന്നു. ഇനി അവൻ 2 ദിവസം പനിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശ്രേഷ്ഠൻ. ഒരു രീതിയിലും നിങ്ങൾ പിശാചിന് എന്ത് കൊടുക്കരുത്? ഞാൻ ഇടം കൊടുക്കരുത്, കറക്റ്റാണ്. മറ്റൊരു വാക്ക് പറയട്ടെ, വിജയം കൊടുക്കരുത്, ക്രെഡിറ്റ് കൊടുക്കരുത്. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോ ഇവിടെ വന്ന് നിനക്ക് അറ്റാക്ക് ചെയ്തില്ല, ഇവിടെ ഈ ഞാൻ നിന്നെ എന്ത് ചെയ്യും? പുറത്താക്കും. അതായിരിക്കണം നമ്മുടെ ധൈര്യം. അവിടെ നിന്നെ എനിക്ക് പുറത്താക്കാൻ പറ്റിയാൽ ഇവിടെയും എനിക്ക് നിന്നെ, അവിടെ രോഗി സൗഖ്യമായെങ്കിൽ ഇവിടെയും രോഗി സൗഖ്യമാകും. കാരണം ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിലും. ഈ രാത്രി ദൈവവൈദ്യരെ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കിയിട്ട് ചങ്കൂറ്റത്തോടെ പറയണം, എന്റെ കർത്താവിനാൽ എനിക്ക് ഇതിനെ ജയിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അത് പറയുന്നുവെങ്കിൽ ആബ്സല്യൂട്ട്ലി നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ വിശ്വസിക്കണം. ഇനി ഞാൻ പറയാം, ഒരുപാട് സ്റ്റോറീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. പല ദൈവമക്കളെയും ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് ഞാൻ എത്രയും തവണ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്റ്റോറി എന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളത്, ബാംഗ്ലൂരിൽ മൈസൂർ റോഡിൽ ഞാൻ ആദ്യത്തെ ചർച്ച തുടങ്ങുമ്പോൾ ഹിന്ദുസ് വന്ന് ഞങ്ങളെ പലരെയും തല്ലി. എന്നെ തല്ലി ഞാൻ പറയത്തില്ല, പലരെയും തല്ലി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആരാധനയ്ക്ക് അകത്ത് വന്നു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുമായിട്ട് നമ്മൾ ഒരിക്കലും ഒരു വഴക്കിന് പോയിട്ടില്ല. പക്ഷെ അവിടെ ഞാനൊരു 14 പേര് ആദ്യത്തെ സ്നാനം കഴിഞ്ഞിട്ടൊരു 6 ചെറുപ്പക്കാരുമായിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇവന്മാരെല്ലാം RSS രക്ഷപ്പെട്ടതാണ്. ഇവർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, പാസ്റ്ററെ താങ്കളെ തല്ലാൻ വേണ്ടി ഞങ്ങൾ 8 തവണ പതിയിരുന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ കയ്യിൽ ബാംഗ്ലൂരിന്റെ ആ സ്ഥലത്തിന്റെ ഒരു മാപ്പുണ്ട്. ഞാൻ ഈ റൂട്ട് വഴി നടന്ന് പ്രാർത്ഥിക്കും. അവർ പറഞ്ഞത്, പാസ്റ്ററെ നിങ്ങളെ തല്ലുന്ന കാര്യം വളരെ എളുപ്പമാണ്. ഒന്ന്, നിങ്ങൾ എങ്ങനെയായിരിക്കുന്നേ? 2, നിങ്ങൾ തിങ്കളാഴ്ച 4 മണിക്ക് ഇവിടെ വരുന്ന അവിടെ നിങ്ങൾ കാണും. എല്ലാ തിങ്കളാഴ്ച ആ സ്പോട്ടിൽ ഞാൻ ഉണ്ടാവും. കാരണം എനിക്കൊരു സ്കെഡ്യൂൾ ഉണ്ട്, ഞാൻ നടന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിങ്ങളെ സ്പോട്ട് ചെയ്യുന്നത് വളരെ ഈസി ആയിരുന്നു, പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ പതിയിരുന്നപ്പോഴും എല്ലാ സമയത്തും നിങ്ങളെ തല്ലാൻ ഞങ്ങൾ എണീക്കുമ്പോഴൊക്കെ ഞങ്ങൾ കാണുന്നത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഇടത് 2 പേര്, വലത് 2, നിങ്ങൾ 5 പേരും ചേർന്ന് ഇങ്ങനെ ലോകം പറഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ അവർ പറയുന്നത് എന്താണ്, നിങ്ങൾ യാത്ര ചെയ്യുന്ന എത്ര പേരാണെങ്കിൽ 5 പേര്. എന്നിട്ട് പുള്ളി പറഞ്ഞത് അതിൽ ഒരുത്തന്റെ നോട്ടം മതി ഞങ്ങൾ എന്ത് ചെയ്തു. അവര് ഭയങ്കര വില്ലാളികളായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എന്റെ ഒരു രോമത്തിൽ തൊടുവാൻ ദൈവം അവരെ അനുവദിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ നോർത്ത് ആംപ്ടണിൽ താമസിക്കുന്ന വർഗീസം സാമുവൽ അവരൊന്ന് തല്ലുകൊണ്ട ഒരാളാണ്. പക്ഷെ എന്നെ അവരെന്ത് ചെയ്തിട്ടില്ല. കാരണം എന്നെ ദൈവം ഒരു നിയോഗത്തോട് അവിടെ നിയോഗിച്ചു, അയച്ചു. ദൈവം നമ്മെ എവിടെ, ഏത് രാജ്യത്തിൽ, ഏത് സ്ഥലത്ത് കൊണ്ടുവന്നാലും നിങ്ങൾ ഓർക്കണം, ദൈവമാണ് എനിക്ക് ഈ ബിൽഡിംഗ് തന്നത്. ഈ പരിസരത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ ഞാൻ ആക്കുന്നു. ഈ ദേശത്തിന്മേലുള്ള അന്ധകാരത്തിന്റെ ശക്തി എന്റെ കാൽവയ്പിൽ ഇവിടെ നിന്ന് പോകും. ഈ പിശാച് വരുന്നത് പല രീതിയിലാണ്. ചില പിശാചുക്കൾ 2 കാലിൽ തന്നെ വരും. കാരണം പിശാചി മനുഷ്യൻ എന്ത് ചെയ്യുന്നു. ചില പിശാചുക്കൾ 4 കാലിൽ വരും. വെറുതെ പോയ പട്ടി നിങ്ങളെ കണ്ടവൻ ചാടി അങ്ങ് കടിച്ചു. ചിലപ്പം പശുവിനെ പോലെ ആയിരിക്കും വരുന്നത്. വെറുതെ പോയ പശു നിങ്ങളെ കണ്ടപ്പോ അറിയത്തില്ല ഇത് എങ്ങനെയാ വരുന്നത്. ചിലപ്പോ പക്ഷിയുടെ രൂപത്തിലായിരിക്കും വരുന്നത്. കാരണം ഇതിനെ എല്ലാം പിശാച് ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കണം ഒറ്റ കാര്യം, എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശ്രേഷ്ഠൻ, വലിയവൻ. ആകയാൽ എന്നെ തൊടുവാൻ, എന്റെ കുടുംബത്തെ തൊടുവാൻ, എന്റെ തലമുറയെ തൊടുവാൻ പിശാചിന് അധികാരം ഇല്ല, ഒരിക്കലുമില്ല. അത് നിങ്ങൾ എവിടെ പോയാലും എടുത്തു പറയണം. ഇനി ചിലര് പറയും, ഈ സ്ഥലത്തിനൊരു എന്തുണ്ട്, പോരുണ്ട്. മറ്റൊരു വാക്ക് പെന്തക്കോസ്തൽ വാക്കുണ്ട്, വരുത്തുപോക്കുള്ള സ്ഥലം. അത് ഞങ്ങളൊരു വിറ്റ്നസ് ആണ്. മറ്റൊന്ന്, ഈ സ്ഥലത്തിന്
ഒരു ശാപമുണ്ട്. പലരും പല രീതിയിലുള്ള ആൾക്കാർ പേരിടാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ബൈബിൾ കോളേജ് കുറെ നാൾ ഇദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലാണ് നടന്നത്. വാടകയ്ക്ക്, തുച്ഛമായ വാടകയ്ക്ക് ആ വീട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം. അവിടെ നിന്നാണ് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നത്. പക്ഷെ അതിനു മുന്നമേ ഞങ്ങളുടെ അടുത്തൊരു വീട് പിശാചിന്റെ വാസമുള്ള വീടായി. ലിറ്ററലി അവിടെ പിശാചാണ്. നമ്മുടെ പിള്ളേര് ഒരു റൂമിൽ പർട്ടിക്കുലർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ തട്ടിയിട്ടിട്ടുണ്ട്. ലിറ്ററലി ഹാപ്പൻ ചെയ്തു. പക്ഷേ നമ്മൾ അവിടെ വിട്ടുപോകാൻ തയ്യാറല്ല. പ്രാർത്ഥിച്ച് ആ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. നിങ്ങൾ പോയാൽ ആര് പോണം? പിശാച് ഗെറ്റ് ഔട്ട് ആവണം. അല്ലാതെ പിശാചുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പാസ്റ്റർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിശാചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകുമെന്ന് ചോദിച്ചു. പിശാച് പറഞ്ഞു ഞാൻ പോകാൻ മാട്ടേ. അപ്പൊ പാസ്റ്റർ നീ പോയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ ഇവിടെ ഇരുന്ന ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്? പോകരുത്. പിശാച് പോകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. നീ പോയേ പറ്റൂ. അതിനകത്തൊരു എക്സ്ക്യൂസ്, പ്ലാൻ ബി അവിടെ നമുക്ക് ഇല്ല. പ്ലാൻ എ, പിശാച് ഔട്ട്. ദൈവം നിങ്ങൾക്ക് തന്ന ഭൂമി, വാഹനം, മക്കൾ, ആരോഗ്യം, ധനം, ഇതിലെല്ലാം പിശാച് കൈകടത്തും. എന്നിട്ട് അവൻ പറയും ഇതെന്റേതാണ്. യേശുവിനോടല്ലേ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞത് നിന്റേതല്ല, എന്റെ ആരോഗ്യം ദൈവം എനിക്ക് തന്നതാണ്, അതിന്മേൽ നിനക്ക് കൈവെക്കുവാൻ അധികാരമില്ല. പല രോഗത്തിൽ വരും. നിങ്ങൾ എണീറ്റ് നിന്നിട്ട് പറയണം ഇല്ല, ഈ രോഗത്തിന്മേൽ എനിക്ക് ജയമുണ്ട്. നിങ്ങളുടെ തലമുറകളുടെ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, സന്താന പുഷ്ടി. ഇപ്പോ ഇവരൊരു നോയലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശക്തമായി പ്രാർത്ഥിക്കണം. വരുന്ന സൺഡേയിൽ നമ്മൾ പബ്ലിക്കലി പ്രാർത്ഥിക്കണം. കേക്കണ്ട. കഴിഞ്ഞ ആഴ്ച മുതലേ പുള്ളി പ്രാർത്ഥിക്കാണ്. ഷാനി അന്ന് പുള്ളിക്ക് ഉറച്ചു പറയണമെന്നുണ്ടായിരുന്നു. പുള്ളിക്കാരത്ത് അടുത്തിരുന്നോണ്ട് ഉറച്ചു പറഞ്ഞില്ല. സന്താന പുഷ്ടി ദൈവത്തിന്റെ ദാനമാണ്. ആ സന്താനം ഇല്ലാതെ ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ പിശാച് ബ്ലോക്ക് ചെയ്തതിനെ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് ജയിക്കണം. ഇതായിരിക്കും ഒരു ശക്തൻ. എത്ര വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹം പുറത്തു വന്നേ? 4 വർഷം. ഇതായിരിക്കും മറ്റൊരു സന്താനം. പ്രാർത്ഥിച്ച് കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. പ്രാർത്ഥിച്ച് കിട്ടിയതിനൊക്കെ കൊമ്പുണ്ട്. നമ്മളൊക്കെ നോർമല് കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവം തരുന്ന നന്മകൾ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഗിവപ്പ് ചെയ്യരുത്. ഗിവപ്പ് ചെയ്യരുത്. ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഒറ്റ പ്ലേസ് ബി ഓൺ യുവർ നീ. ജയിക്കാനുള്ള ഒറ്റ വഴി മുഴങ്കാലിൽ. ദൈവമേ പിശാച് മാറട്ടെ എന്ന് പറഞ്ഞാൽ പോരെ, എവിടെ ഇരിക്കണം? മുഴങ്കാലിൽ നിന്ന് സ്തോത്രം ചെയ്യണം. തീ അവിടെ ഇറക്കണം. ദൈവ സാന്നിധ്യം അവിടെ ഇറക്കണം. അല്ലാതെ പോകുന്ന വഴിയിൽ പിശാചെ പോകുന്നു. എനിക്ക് നിന്നറിയാം, നീ ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ എന്തില്ല, ശബ്ദമുണ്ട് പക്ഷെ എന്തില്ല, ഉണ്ട് അതിനകത്ത്. തോക്ക് കണ്ടിട്ടുണ്ട് പിള്ളേർ വെച്ചേക്കുന്ന ടക്കെന്ന് കേൾക്കും. ശബ്ദമുണ്ട് പക്ഷെ എന്തില്ല, അതിനകത്ത് ബോളില്ല. നമ്മള് ഈ പിശാച് പറയും നീ ഇങ്ങനെ പറഞ്ഞു എന്റെ പണി ഞാൻ ചെയ്യും. ഇതിനെ ജയിക്കാനുള്ള ഒറ്റ വഴി മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, ഐ നീഡ് ടു സ്റ്റോപ്പ്. ഇന്ന് ഞാൻ പറയുന്നു, എവിടെയാണ് നമ്മുടെ പ്രശ്നം? എന്റെ പ്രാർത്ഥന ഇവർക്കൊരു തലമുറ വേണം. നമുക്ക് പലർക്കും സ്വന്തമായി ഭവനങ്ങൾ വേണം. നമ്മുടെ വിഷയങ്ങൾ എന്റെ ഒരു പോളിസി, എന്റെ 8 വർഷത്തെ വാടക പൈസ പിശാച് കൊണ്ടുപോയി. എന്റെ പ്രാർത്ഥന എന്റെ വിശ്വാസികൾക്ക് അത് ഒരിക്കലും ഉണ്ടാകരുത്. വേഗത്തിൽ നമ്മുടെ സഭയിൽ ഉള്ളവർ എന്ത് മേടിക്കണം? സ്റ്റാൻലി ഒന്ന് ഉറച്ച ആമേൻ പറഞ്ഞു. വിഷ്ണുവേ, ഹല്ലേലൂയ. ഹലോ, അവിടെ സ്വന്തമായി വീട് മേടിച്ചോ?
വാങ്ങിച്ചു. വെരി ഗുഡ്. ഒരു ഷേക്കറിന്റെ അടുത്ത് അവർക്ക് കൂടെ അത് കിട്ടട്ടെ. നന്മ. നമ്മൾ എയിം ചെയ്യുക, പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ നിന്ന് പോരാടി ഇതിനെ മേടിക്കണം. അല്ലാതെ ഈസി ആയിട്ട് കൊണ്ടുവന്ന് ഏലിയാവിന് അപ്പം കൊണ്ട് കൊടുത്തതുപോലെ കാക്ക ഒരു വീടിനെ കൊത്തിയെടുത്ത് നിങ്ങൾ വീട്ടോടെ കൊണ്ട് വെക്കുമെന്ന് ദൈവത്തിന് കഴിയും. പക്ഷെ നിങ്ങൾ ഏലിയാവായി ദൈവം പറഞ്ഞിട്ടിരിക്കണം. ദൈവം പറയുന്നത് പോലെ ചെയ്താൽ അത് ചെയ്യും. ഇന്ന് തമ്പുരാനോട് പറയാമോ, അന്തിക്രിസ്തുവിന്റെ ശക്തി എത്ര വലുതായാലും എനിക്ക് ജയിക്കാൻ കഴിയും. നിങ്ങൾ ഒരിക്കലും ഒരല്പം പോലും ക്രെഡിറ്റ് പിശാചിന് കൊടുക്കണം. ഒരു രീതി നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രവർത്തിച്ചാലും പിശാച് വന്ന് അറ്റാക്ക് ചെയ്താലും പറയേണ്ട ഒറ്റ കാര്യം, എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശ്രേഷ്ഠൻ, ഞാൻ അതിനെ ജയിക്കും. എനിക്കതിനെ ജയിപ്പാൻ കഴിയും. നമുക്കെല്ലാം പരിചയമാണല്ലോ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, അല്ലെ? 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ എലീശ ഗേഹസിയോട് പറയുന്ന വാക്ക്, 6-ാം വാക്യം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവാചക ശിഷ്യനോട് ദൈവം 17-ാം വാക്യത്തിൽ എലീശ പറയുന്ന വാക്ക് 16 മുതൽ വായിച്ച മക്കളെ. അതിന് അവൻ എന്ന് പറയുന്നത് എലീശ, നീ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ. ഹല്ലേലൂയ. ഇന്ന് നമുക്കതൊന്ന് പറയാം. നമ്മൾ ചിലപ്പോഴും കാണുന്നത് എന്താ കാണുന്നേ? മുട്ടുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, രോഗം ഉണ്ടാകുന്നു, സാമ്പത്തികമായിട്ടൊന്നും മുന്നോട്ട് വരുന്നില്ല, ഓട്ടസഞ്ചി കൊണ്ടിട്ടതുപോലെ എല്ലാം വരുന്നു. അതാത് മാസാവസാനമാകുമ്പോൾ വന്നതിനേക്കാളും പോകുന്നു. വീണ്ടും എന്താണ്? നെഗറ്റീവാണ്. ഇന്ന് പറയണം, ഇല്ല, എന്റെ കർത്താവിനാൽ എനിക്ക് അതിനെ ജയിക്കാം. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഏത് മേഖലയാണോ? വായിച്ചട്ടെ മോനെ ഒന്നുകൂടെ ആ വാക്യം ഒന്നുകൂടെ. പേടിക്കേണ്ട. ഒന്ന്, കർത്താവ് പറയുന്നത് എന്ത് ചെയ്യരുത്? നീ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പിശാച് കൊണ്ടുവരുന്നത് പേടിയാണ്, ഭയം. വചനം വായിക്കുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ആരോടാണ് എനിക്ക് തികഞ്ഞ സ്നേഹം? എന്റെ കർത്താവിനോട്. എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, എനിക്കിനി എന്തില്ല? ഭയമില്ല. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരേക്കാൾ അധികം. ഈ രാത്രി ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിച്ചു. ഏത് വിഷയത്തിലാണ് നിങ്ങൾ? നിങ്ങൾക്കൊക്കെ അറിയാൻ, കഴിഞ്ഞ 3 മാസം കൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു 85,000 പൗണ്ട്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളോട് പറഞ്ഞു. എന്നോട് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു. അത് ചെയ്യണ്ടായിരുന്നു, അത് വാങ്ങിക്കണ്ടായിരുന്നു, അഡ്വാൻസ് കൊടുക്കണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടോ? കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ദൈവം നിങ്ങളോടൊരു പ്രോമിസ് ചെയ്ത് വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്താൽ നിന്റെ വിശ്വാസത്തെ മാനിക്കാൻ ആരുണ്ട്? ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും കുലുങ്ങിപ്പോകരുത്. ഭയപ്പെടാൻ അനുവദിക്കത്തില്ല. വചനം വായിക്കും, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഭയം മാനുഷികമാണ്, പക്ഷേ ആ ഭയത്തെ ഞാൻ എന്ത് ചെയ്യും? ജയിക്കും. ഭയപ്പെടരുത്. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. പിന്നെ എലീശ വീണ്ടും പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ പലപ്പോഴും കാണുന്നത് പ്രശ്നങ്ങളാണ്. ഞാൻ പലപ്പോഴും കാണുന്നത് പിശാചിന്റെ കൈകളും ശക്തികളുമാണ്. ഹല്ലേലൂയ. ഞാൻ കാണുന്നത് അതെ സാത്താന്യ കോട്ടകൾ എനിക്ക് ചുറ്റും നിൽക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച് മനസ്സിലാക്കുന്നു, എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശ്രേഷ്ഠൻ, അവരോട് കൂടെയുള്ളവനേക്കാൾ അധികം ശക്തിയും മഹിമയും പ്രവൃത്തിയും ചെയ്യുവാൻ കഴിവുള്ള ഒരു മഹാദൈവം എന്നോട് കൂടെയുണ്ട്. ദൈവവൈദ്യനെ, ഇന്ന് നീ ആയിരിക്കുന്ന സാഹചര്യത്തെ നോക്കിയിട്ട് വെല്ലുവിളിച്ചുകൊണ്ടൊന്ന് പറഞ്ഞ്, നിന്റെ തലമുറയെ നോക്കിയിട്ട് വെല്ലുവിളിച്ചുകൊണ്ടൊന്ന് പറഞ്ഞ്, ഇല്ല യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇതിനെ ജയിക്കും. ഇന്ന് ക്രിസ്തു നിമിത്തം ഞാൻ നിന്നെ അനുഭവിക്കേണ്ടി വന്നാൽ, വേദനപ്പെടേണ്ടി വന്നാൽ, കഷ്ടപ്പെടേണ്ടി വന്നാൽ, ഹല്ലേലൂയ, ഞെരിക്കപ്പെടേണ്ടി വന്നാൽ, ആമേൻ, വിശ്വാസത്താൽ അവർ പലതിനെയും സഹിച്ചു എന്ന് എബ്രായർ 11 നമ്മൾ വായിക്കുന്നുണ്ട്. അത് വിശ്വാസത്താൽ, അത് ഭയത്തിലല്ല, ദൈവത്തിലുള്ള ആശ്രയത്തിൽ. ഇന്ന് കർത്താവിനോട്
ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ? യഹോവേ, ഞാൻ അതിനെ ജയിക്കും. യഹോവയാൽ ഞാൻ അതിനെ ജയിക്കും. എന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തെ ഞാൻ ജയിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ